മാമേ അമ്മേ മാമേ പറഞ്ഞില്ലേ ആർക്കും ഒന്നും പഴച്ചിട്ടില്ലാന്ന്. ഒക്കെ ശരിയാവുന്ന ഞാൻ ശരിയാക്കുന്ന. ശരിയാക്കി. ഇനി ആരും സങ്കടപ്പെടണ്ട, ആരും ശപിക്കണ്ട. നീ എന്താ പറയണതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഭരത. ശരി, ഞാൻ പറയണതും പ്രവർത്തിക്കുന്നതൊന്നും ആർക്കും മനസ്സിലാവില്ല. അതെന്റെ വിധി. അതുപോട്ടെ, നാളെ തന്നെ അമ്മ ഗോവിന്ദമാമയെ കൂട്ടി കാറൽ മണ്ണയ്ക്ക് പോണം. നടക്കും നമ്മുടെ ഭാമയുടെ കല്യാണം. ഭ്രാന്ത് പറയല്ല, സത്യം ഞാൻ പറയണേ. ആ ശങ്കരൻകുട്ടി മാഷിന്റെയും മോന്റെയും കാല് പിടിച്ച് കാര്യം ഞാൻ ഒപ്പിച്ചെടുത്തു. എന്നെ വിശ്വസിക്കണ്ട അമ്മ. വലിയ വേദാന്തിയല്ലേ, വലിയ അറിവുള്ള ആളല്ലേ. മരിക്കാനുള്ള വല്ല മന്ത്രവും പറഞ്ഞു തരാൻ അറിയോ എന്റെ മാഷിന്? വേദനിക്കാൻ വയ്യ, കിടന്ന് പെടയാൻ വയ്യ. മാപ്പ്, എല്ലാ തെറ്റിനും എല്ലാ മഹാപാപങ്ങൾക്കും മാപ്പ്. ഒന്നും കരുതിക്കൂട്ടി ചെയ്തതല്ല മോളെ ഞാൻ. എല്ലാം അറിയാം ഈശ്വരന്, എല്ലാം. ഇടയ്ക്കൊക്കെ ഇത്തിരി കരയിച്ചു വെച്ചാലും കൈവിടില്ല അദ്ദേഹം നമ്മളെ. എന്താ വിളിച്ചത്? ഒന്നൂടെ വിളിക്കേ, ഒന്നൂടെ അങ്ങനെ വിളിക്കും മീര. ജഗദ്ഗുരു ശങ്കരാചാര്യരെ. അച്ഛൻ എണീറ്റെന്നാ തോന്നുന്നേ. വരാം, പിന്നെ വരാം ഞാൻ. എന്റെ വീട് ഈ കാറൽമണ്ണ എന്ന് പറയുന്ന സ്ഥലം ഉഗാണ്ടയിലാണോ? കാലത്ത് പോയ ഗോവിന്ദമാമയെ അമ്മയെ പ്രഭാകരൻ ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ. ഞാനൊന്ന് അന്വേഷിച്ചിറങ്ങിയാലോ? എവിടെ പോയി കിടക്കുന്ന ഇവര്? ആകെപ്പാട് മനസ്സിനൊരു സമാധാനം തോന്നുന്നില്ല. ഏട്ടൻ എന്തിനെങ്ങനെ വെപ്രാളപ്പെടണേ? അവര് വന്നോളും, ഒന്ന് സ്വസ്ഥായിട്ടിരിക്കണ്ടേ ഏട്ടാ. ആ ശങ്കരൻകുട്ടി മാഷ് ഇടഞ്ഞോന്ന് എനിക്ക് പേടി. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാളാണ് അയാള്. ഇക്കുറി വാക്ക് മാറിയാ കുത്തി കീറി കുടലെടുക്കും ഞാൻ. വേദാന്തം മാത്രമല്ല, വേണ്ടി വന്ന ഇത്തിരി പോക്കൃത്തരോ എനിക്കറിയാവുന്ന ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. അല്ല എന്താ 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 ഉണ്ടായത്? എന്താ ഉണ്ടായെന്നാ ചോദിച്ചേ? നീയെങ്കിലും ഒന്ന് കാര്യം പറ പ്രഭാകര. സമ്മതമല്ലേ അവർക്ക് ഈ കല്യാണത്തിന്? സമ്മതാണ്. പിന്നെ ആ ചടങ്ങില്, ആ പന്തലില് നീ ഉണ്ടാവാൻ പാടില്ല അത്രേ. ശഠിച്ചു പറഞ്ഞു ശങ്കരൻകുട്ടി മാഷ്. ഇത്രയുള്ള കാര്യം ഞാനുണ്ടാവില്ല, ഞാൻ നിൽക്കണില്ല. നമ്മുടെ കുട്ടിക്ക് ഒരു നല്ല കാര്യം ഉണ്ടാവുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല വെച്ചാലും ഞാനിവിടെ ഉണ്ടാവില്ല. എന്താ പോലെ ഗോവിന്ദമാമേ? വേണ്ട, എന്റെ ഏട്ടനില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട. എന്റെ ഏട്ടൻ പങ്കെടുക്കാൻ പാടില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട. മോളെ, അങ്ങനെ ഒന്നും പറയരുത്. സമ്മതിക്കില്ലേ ഞാനതിന്? ഞാൻ പറയണത് കേൾക്കണം എന്റെ മോള്. വാ, ആ വിദ്യാസുരൻ ശങ്കരൻകുട്ടി മാഷ് പറഞ്ഞു വെച്ചിട്ട് ഇല്ലാണ്ടായി പോണതാണോ
ഞാനും നീയും തമ്മിലുള്ള രക്തബന്ധം സമ്മതിക്കണം. ഏത് നിമിഷവും പാളം തെറ്റിയേക്കാവുന്ന ഒരു മനസ്സാണ് ഈ ഏട്ടൻ്റെത്. അത് നീ മറക്കരുത്. ഈ കല്യാണത്തിന് എന്റെ മോള് സമ്മതിക്കണം. 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 ഏയ്